മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ കരിയറും വ്യക്തിജീവിതവും ഇപ്പോഴും ആരാധകർ ഉറ്റുനോക്കുന്ന വിഷയങ്ങളാണ്. നടൻ ദിലീപുമായുള്ള വിവാഹവും തുടർന്നുള്ള വേർപിരിയലുമെല്ലാം മലയാളികൾ ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ്. 14 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഞ്ജു വാര്യർ ഇൻഡസ്ട്രിയിൽ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തി. എന്നാൽ രണ്ടാം വരവിൽ ദിലീപ് പങ്കെടുത്ത പൊതുപരിപാടികളിൽ നിന്നോ മഞ്ജു വാര്യർ വിട്ടുനിൽക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. കാവ്യ മാധവനും കുടുംബത്തോടൊപ്പം ദിലീപ് എത്താറുള്ള പ്രമുഖ താരങ്ങളുടെ വിവാഹ ചടങ്ങുകളിലോ മറ്റ് അവാർഡ് സന്ധ്യകളിലോ മഞ്ജുവിൻ്റെ അസാന്നിധ്യം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. പലയിടത്തും ഇരുവരും എത്തിയാൽ തന്നെ ഒരാൾ മടങ്ങിയ ശേഷമാകും മറ്റേയാൾ വേദിയിലേക്ക് വരിക. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ പൊതുചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് കാക്കനാട് നിർമ്മിച്ച ആദ്യത്തെ ട്രാൻസ്പെറൻറ്റ് ED സ്ക്രീനിൽ തിയേറ്ററിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഇരുവരും എത്തിച്ചേർന്നിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സിനിമ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരായ നിരവധി പേർ എത്തിയിരുന്നു. നടന്മാരായ പൃഥ്വിരാജ് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നടി നവ്യ നായർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യറും ഒരേ ചടങ്ങിലെത്തിയത് ആരാധകർക്ക് കൗതുക കാഴ്ചകളായിരുന്നുവെങ്കിലും ഇരുവരും വേദിയിൽ നേരിട്ട് ഒന്നിച്ചിരുന്നില്ല. തിയേറ്ററിലെ സ്ക്രീനിലെ ആദ്യ ദൃശ്യം തെളിഞ്ഞ സമയത്ത് ബാൽക്കണിയിൽ ഒരേ നിലയിലാണ് ഇരുവരും ഇരുന്നിരുന്നത്. എന്നാൽ മഞ്ജു വാര്യർ ഇരുന്ന സീറ്റിൽ നിന്നും അകലെ മാറിയാണ് ദിലീപ് ഇരുന്നത്. പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവർക്കരികിലേക്കായിരുന്നു മഞ്ജു വാര്യർ ഇരുന്നിരുന്നത്.